കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. എന്താണ് വിശ്വാസം? എന്തുകൊണ്ട് വിശ്വാസം അനിവാര്യമായിരിക്കുന്നു? ഇന്നലെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പോൾ ആശിക്കുന്നതിന് ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയ നിമിത്തവും ദൈവത്തിലുള്ള വിശ്വാസ നിമിത്തവുമാണ്. അപ്പോൾ ഒരിക്കലും കാണുന്നതിനെ അല്ല നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത്. കാണുന്നത് പ്രതികൂലമാണ്. കാണുന്നത് നമുക്കൊരിക്കലും പ്രത്യാശ നൽകുന്നതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ എന്താണ്? കാലാവസ്ഥ പ്രതികൂലങ്ങൾ, അതുപോലെ സാമ്പത്തിക മാന്ദ്യങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കാണുക. പക്ഷേ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് നമ്മെ വീഴ്ത്തിക്കളയുമെന്നോ നമ്മെ തകർത്ത് കളയുമോ എന്നുള്ളതല്ല. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്വത്താൽ നമുക്ക് ലഭിക്കുന്ന വിശ്വാസം എന്താണ് പറയുന്നത്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഏറിയ മടങ്ങ് പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വിമാനത്തിൽ യാത്ര ചെയ്യുകയാണ്. ആ വിമാനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ആശ്രയിക്കുന്നത് അതിനുള്ള എയർ ഹോസ്റ്റസ്, അതുപോലെ അവിടെയുള്ള ആ പൈലറ്റ്, അങ്ങനെയുള്ള ക്യാബിൻ ക്രൂകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മളുടെ ആ വിമാനത്തിലെ യാത്ര മുഴുവനും അവരെ ആശ്രയിച്ചാണ്. നോക്കിക്കേ, അവർ പറയാണ്, നിങ്ങളുടെ ബെൽറ്റ് ഇടാൻ പറയുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇടുന്നു, ബെൽറ്റ് അടിക്കാൻ പറയുമ്പോൾ ബെൽറ്റ് അഴിക്കുന്നു. അവർ ആഹാരം കൊണ്ടു തരുമ്പോൾ നമ്മൾ ആഹാരം വാങ്ങി ഭക്ഷിക്കുന്നു. പൈലറ്റിൻ്റെ നിർദ്ദേശങ്ങളെ നമ്മൾ അനുസരിക്കുന്നു. കാരണം ഈ ഒരു യാത്ര സുഗമകരമാകണമെങ്കിൽ അത് നിയന്ത്രിക്കുന്നവരുടെ ആ ഉപദേശങ്ങൾ നമ്മൾ കൈക്കൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആശ്രയം മുഴുവനും ആ പൈലറ്റിലും ആ ക്യാബിൻ ക്രൂവിലുമാണ് ഉള്ളത്. അപ്പോൾ ആ വിമാനയാത്ര സുഗമമാകണമെങ്കിൽ നമ്മൾ അങ്ങനെ പോയേ മതിയാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് ദൈവം വിഭാവനം ചെയ്തതായ ആ ജീവിതം അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയത്വവും നമ്മളിൽ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് സുഗമകരമായ ഒരു യാത്ര ഉണ്ടാവുകയുള്ളൂ. അതിൽ ഈ വിശ്വാസം വഹിക്കുന്നതായ പങ്ക് വളരെ വലുതാണ്. വിശ്വാസമാണ് ആത്മീയമായ വിഷയങ്ങളെ കാണാൻ നമ്മെ സഹായിക്കുന്നത്. വിശ്വാസമാണ് ഭൗതികമായ കാര്യങ്ങളിൽ പോലും നമുക്ക് പതറാതെ മുന്നോട്ട് പോകുവാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മളിന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 2-3 വാക്യങ്ങളിലേക്ക് കടക്കുകയാണ്. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്നു വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഭൂമിയും പ്രപഞ്ചവും ഇതിലുള്ള സകലതും ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്തിൻ്റെ ശബ്ദത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നത് എത്രത്തോളം ലോജിക്കുണ്ട് ആ കാര്യത്തിൽ. പക്ഷേ ദൈവത്തിൻ്റെ വചനം അത് പറയുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുന്നു. കാരണം അത് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയത്വം ആവശ്യമാണ്. പലരും അതിനെ ലോജിക്കലി ചിന്തിക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു, എങ്ങനെയാണ് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തിൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും വിശ്വസിക്കാൻ കഴിയും, ഈ ലോകം ദൈവത്താലാണ് ഉണ്ടായത്, ദൈവത്തിൻ്റെ വചനത്താലാണ് ഉണ്ടായത്. ഇവിടെ പറയുന്നതായ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. ദൃശ്യമായതല്ല ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണം. മനുഷ്യൻ ലോകത്തിൻ്റെ സൃഷ്ടിയുടെ കാരണം നോക്കി ഇങ്ങനെ ഓടി നടക്കുക. പല പല റീസൺ കണ്ടെത്തുവാൻ അവൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നുവരെ മനുഷ്യൻ പരാജയപ്പെട്ടു, നാളെയും പരാജയപ്പെടും. കാരണം ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, ദൃശ്യമായതല്ല ഈ ലോകത്തിന് കാരണം. ദൃശ്യമായ യാതൊന്നും ഇതിന് കാരണമല്ല. നമ്മുടെ ആറ്റിലൂടെയൊക്കെ ഒഴുകി വരുന്ന മണലെടുത്തിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഈ മണൽ എങ്ങനെ ഉണ്ടായി? അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വലിയ പാറകൾ പൊട്ടി അതിങ്ങനെ ഒഴുകി ഒഴുകി വന്ന് മിനുസമായി അത് പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് മണലായിട്ട് മാറി എന്തൊക്കെയാണ്.
അപ്പോൾ അവിടെ നമ്മൾ ഒരു ദൃശ്യമായത് അതിന് കാരണമാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ഈ പ്രപഞ്ചം ഉണ്ടാകാൻ എന്താണ് കാരണം? അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ദൃശ്യമായതല്ല കാരണം. ഈ ലോകത്തിൽ എന്താണ് ദൃശ്യമല്ലാത്തത്? ഈ പ്രപഞ്ചത്തിൽ എന്താണ് ദൃശ്യമല്ലാത്തത്? ദൈവം ദൃശ്യമല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, ദൈവം ആത്മാവാകുന്നു, ഗോഡ് സ്പിരിറ്റ്. ആർക്കും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. അപ്പോൾ ഈ മനുഷ്യനെ കാണാൻ കഴിയാത്തതായ ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടിതാവെന്ന് നമ്മൾ വിശ്വസിക്കുവാൻ വിശ്വാസം കാരണമാകുന്നു. ദൈവത്തിലുള്ള വിശ്വാസം കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ എല്ലാവർക്കും ഒന്നും ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കാൻ കഴിയാത്തത്. ദൈവം പ്രസാദിക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാകത്തുള്ളൂ. ദൈവത്തിൻ്റെ വഴിയിലേക്ക് വരുന്നവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ സാധിക്കത്തുള്ളൂ. ദൈവം കൊണ്ടുവരുന്ന വഴിയിലൂടെ കടന്നു ചെയ്യുന്നവർക്ക് മാത്രമേ ആ ഒരു നന്മ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. എന്നാൽ ഈ ഭാഗ്യമില്ലാത്ത അനേകർ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ ദൈവത്തെ അറിയാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാണുന്ന ലോകം ദൃശ്യമായതല്ല കാരണമാകുമാറ് അങ്ങയുടെ വചനത്താൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് എത്ര വലിയ സന്തോഷകരമായ കാര്യമാണ്. കർത്താവെ, ഞങ്ങളുടെ ജീവിതം ഓരോന്നും മുന്നോട്ടും ദൈവത്തിലുള്ള വിശ്വാസത്താൽ, ദൈവത്തിലുള്ള ആശ്രയത്താൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് വചനം കേട്ട ഏവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം അങ്ങ് കൊടുക്കണം, അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. Thank you for watching Morning Dew. Kindly tuned up for next day messages.